പത്രോസിന്റെ പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം മെയ് മാസം 9-ാം തീയതി വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാവിലെ 11 മണിക്ക് ലിയോ 14 പാപ്പ തന്റെ സഹോദര കർദിനാൾമാർക്കൊപ്പം വത്തിക്കാനിലെ കോൺക്ലേവിന് വേദിയായ സിസ്റ്റൈൻ ചാപ്പലിൽ ആദ്യ പേപ്പൽ ദിവ്യബലി അർപ്പിച്ചു. തദവസരത്തിൽ തന്റെ പത്രോസിനടുത്ത ശുശ്രൂഷയിൽ എല്ലാവരോടും ചേർന്ന് യാത്ര ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം പാപ്പ ഓർമ്മപ്പെടുത്തി. ആംഗലേയ ഭാഷയിലാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. 2000 വർഷത്തെ സഭയുടെ വിശ്വാസ പാരമ്പര്യം വിശുദ്ധ പത്രോസിന്റെ ഈ വാക്കുകളിൽ അടിസ്ഥാനമാക്കിയതാണെന്ന വാക്കുകളോടെയാണ് ലിയോ 14 പാപ്പ പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിലുള്ള തന്റെ ആദ്യ വചന സന്ദേശം ആരംഭിച്ചത്. പിതാവായ ദൈവത്തിന്റെ മുഖം മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തുന്ന ഏകരക്ഷിതാവാണ് യേശുക്രിസ്തു എന്നതും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. ദൈവത്തിൽ മനുഷ്യരെ അടുപ്പിക്കുന്നതിനായി പുനരുത്ഥാനത്തിന് ശേഷം നമുക്കെല്ലാവർക്കും അനുകരിക്കാൻ കഴിയുന്ന വിശുദ്ധ മാനവികതയുടെ ഒരു മാതൃക കാണിച്ചു തരികയും നിത്യവിധിയുടെ വാഗ്ദാനം പ്രദാനം ചെയ്യുന്നവനുമാണ് യേശുവെന്നതും പാപ്പ ചൂണ്ടിക്കാണിച്ചു. പത്രോസിനെ പിൻഗാമിയാകുവാനുള്ള തന്റെ വിളി ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭയുടെ വിശ്വസ്തനായ കാര്യസ്ഥനാകുവാൻ മാത്രമുള്ളതാണെന്നും പാപ്പ പറഞ്ഞു. എന്നാൽ ഇത് ഘടനകളുടെ മഹത്വമോ സൗന്ദര്യമോ അല്ലെന്നും മറിച്ച് അതിലെ അംഗങ്ങളുടെ വിശുദ്ധിയിലൂടെയാണ് സഭയുടെ വെളിച്ചം വെളിപ്പെടുത്തുന്നതെന്നും പാപ്പ പറഞ്ഞു. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥയും സന്ദേശത്തിൽ പാപ്പ ചൂണ്ടിക്കാണിച്ചു. സുവിശേഷത്തിനു വേണ്ടി നാം ത്യാഗങ്ങൾ സഹിക്കേണ്ടത് ഏറെ ആവശ്യമാണെന്നും പരിശുദ്ധ പിതാവ് എടുത്തു പറഞ്ഞു. എന്നാൽ ഇന്നത്തെ സമൂഹത്തിന്റെ വിശ്വാസ അഭാവം ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെടുത്തുന്നതിനും കരുണയെ വിസ്മരിക്കുന്നതിനും വ്യക്തികളുടെ അന്തസ്സിനെ തിരസ്കരിക്കുന്നതിനോ ഇടയാക്കുമെന്ന മുന്നറിയിപ്പും പാപ്പ നൽകുന്നു. കർത്താവിന്റെ കുരിശു ചുമക്കുന്നതിനും പ്രേക്ഷിത പ്രവർത്തനത്താൽ അനുഗ്രഹീതനാകുന്നതിനും വേണ്ടി കർദിനാൾമാർ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ യേശുവിന്റെ സുഹൃത്തുക്കളുടെ ഒരു സമൂഹമായി സഭയായി തുടരുവാനും സദ്വാർത്ത അറിയിക്കുന്ന സുവിശേഷം പ്രഖ്യാപിക്കുവാൻ വിശ്വാസികളെന്ന നിലയിൽ എന്നോടൊപ്പം നടക്കാൻ താൻ ആശ്രയം വയ്ക്കുന്ന പാപ്പ പറഞ്ഞു. പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ റോമിലെ സഭയുടെ മെത്രാൻ എന്ന നിലയിൽ തന്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ വാക്കുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തു നിലനിൽക്കുന്നതിനാൽ താൻ അപ്രത്യക്ഷനാവുകയും ക്രിസ്തു അറിയപ്പെടുന്നതിനും മഹത്വീകരിക്കപ്പെടുന്നതിനും താൻ ചെറുതാക്കപ്പെടുന്നതിനും യേശുവിനെ അറിയുന്നതിനായി മറ്റുള്ളവർക്കായി വ്യയം ചെയ്യപ്പെടുന്നതിനും പ്രാർത്ഥനകളും പാപ്പ അഭ്യർത്ഥിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.